ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂടെക് ഹോം സൊല്യൂഷൻസ്. യൂടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഉള്ളത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിൽ 6 സെൻറ്റിൽ 4 ബെഡ്റൂം ഉൾപ്പെടുന്ന ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ബാക്കി വിശേഷം അച്ഛനോട് ചോദിക്കാം. നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഡിസൈൻ നമ്മൾ ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ട്. ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ഒത്തിരി നാളുകൊണ്ട് നമ്മുടെ വീഡിയോക്കകത്ത് ഇല്ലായിരിക്കും. വീണ്ടും ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് വന്നിട്ട് പൂവരശാണ് ചെയ്തിരിക്കുന്നത്. കട്ടള വന്നിട്ട് തടിയാണ് ഫ്രണ്ട് കട്ടള കൊടുത്തിരിക്കുന്നത്. അത് നേരെ ഉള്ളിലോട്ട് പോകാം. നമ്മൾ നേരെ ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും മനോഹരമായിട്ടൊരു ലിവിങ് ഏരിയ ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇതാണ്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? നന്നായിട്ടുണ്ട്. നമ്മുടെ ഇവിടെ 4 വരയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് യൂടെക് ഹോം സൊല്യൂഷൻസ് അല്ല ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അച്ഛൻ്റെ ഒരു സ്വപ്നമാണ്. അച്ഛൻ ഇലക്ട്രീഷ്യനാണ്. അന്നേരം ഒറ്റ മോനാണ്. മോന് വേണ്ടി വെക്കുന്ന വീടിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് അച്ഛനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാളിലായിട്ടൊരു വൈറ്റ് 4x2 ടൈലും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. നമ്മൾ ഗണപതി അങ്ങനെയുണ്ട്, വെറൈറ്റി ഡിസൈനല്ലേ നമ്മൾ ഇപ്രാവശ്യം ചെയ്തേക്കുന്നത്. വെറൈറ്റി ഡിസൈനുള്ള ഡോർ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. കട്ടള സ്റ്റീലാണ്. ഡോർ വന്നിട്ട് വുഡാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് 3 വളരെ വിൻഡോ, 2 ഒറ്റപ്പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ സെയിം 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിനകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട്. അതാർക്കും കാണാനും പറ്റത്തില്ല. ഡോറ് തുറക്കുമ്പോൾ എന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിനകത്തൊരു ബാത്റൂം ഉണ്ടെന്നുള്ള കാര്യം. ബാത്റൂം വിശേഷങ്ങൾ പൊന്നൂസ് പറഞ്ഞു. ഇവിടെയായിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ എന്തിനായിട്ടേക്കുന്നതെന്ന് അറിയാമോ പൊന്നൂസേ? ഇവിടെ നമ്മളൊരു ഡ്രസ്സിങ് യൂണിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഒരു 3D ഡോറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ ബാത്റൂമിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഗ്രേ കളർ ടൈലാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം വീട്ടുകാരനാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ബാത്റൂമിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് വരുന്ന ഡൈനിങ്ങിലോട്ടാണ്. ചെറിയൊരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡൈനിങ് ഏരിയയിൽ 3 പാളിയുടെ ജനലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ 4x2 സെയിം പാറ്റേൺ ടൈല് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഓപ്പൺ കിച്ചൺ കൗണ്ടർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വെറൈറ്റി അല്ലേ? ലൈറ്റ് ഒക്കെ വന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. നമ്മുടെ ഇവിടുത്തെ റൂമിൻ്റെ സൈസ് മിക്കവരും പറയുന്നുണ്ട്. റൂമിൻ്റെ സൈസ് വന്നിട്ട് 10x12, 10x11, 10x10 ഇതാണ് റൂമിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് നേരെ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് പൊന്നൂസേ? വെറൈറ്റി ഒരു കളറാണ്. നമ്മുടെ ഇതുവരെ വീഡിയോക്ക് ഒരു വെറൈറ്റി കളറാണ് ചെയ്തിരിക്കുന്നത്. അത് ഫാബ്രിക്കേഷനിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടീം തന്നെ ചെയ്തതാണ്. പിന്നെ ഒരു മാറ്റ് ഫിനിഷ് വുഡൻ ടൈപ്പ് ടൈലാണ് 4x2 നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു കിച്ചണാണ് ഇവിടെ. അത്യാവശ്യം സ്പേസസ് ഉള്ള കിച്ചണാണ്. എല്ലാം കൂടെ നല്ല വ്യക്തവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഒരു 3 വാഴയുടെ വിൻഡോ, ഒരു 2 വാഴയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടാപ്പ്, പിന്നെ സോക്കറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ കിച്ചൻ്റെ ഇഷ്ടപ്രകാരം ആവശ്യം പോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡോറ്, വുഡൻ ഡോറും കൊടുത്തിട്ടുണ്ട്. കട്ടള സ്റ്റീലുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ മേളിലോട്ട് പോകാം. ഓക്കെ, നമ്മുടെ മേളിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടെ സ്റ്റെയർ റൂമിൻ്റെ താഴെയായിട്ട് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു നല്ലൊരു 3D ഡോർ നമ്മൾ കൊടുത്തിട്ടുണ്ട് PVCയുടെ. ഇതിനകത്തും ഒരു വെറൈറ്റി ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4x2 ആണ്. പിന്നെ ഇവിടെ ഒരു ഷവർ കൊടുക്കാൻ ഹൈറ്റ് കുറവുള്ളതുകൊണ്ട് ഹാൻഡ് ഷവറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്ലോസറ്റും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി മേലോട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി വരുമ്പോൾ നമ്മൾ സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മാറ്റ് ഫിനിഷ് ടൈലാണ് സ്റ്റെയറിന് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ കവറാണ് കൊടുത്തിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള സ്റ്റീലിൽ തീർത്ത കൈവരികൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് വരുമ്പോൾ ചെറിയൊരു പാത്തുണ്ട്. ആ പാത്തിൽ നമ്മൾ അടിപൊളി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന പാത്തിൽ ഇവിടെ ഒരു ചെറിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള. പിന്നെ ഇതെന്താണെന്ന് അറിഞ്ഞൂടാ, നമുക്ക് അച്ഛനോട് ചോദിക്കാം. ഇതെന്തോ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഭാവിയിൽ മേളോട്ട് റൂം എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് സ്റ്റെയർ കൊടുക്കാൻ വേണ്ടി ചെയ്തേക്കുന്നതാണ്. ഇതപ്പോഴും നല്ല മനോഹരമായ ക്ഷേത്രമാണ്. ഇവിടെ നല്ല ഭംഗിയുണ്ട്, നല്ല കാറ്റുമുണ്ട്. വെറൈറ്റി അല്ലേ, ഒരു കുളവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നോക്കി കഴിയുമ്പോഴത്തേക്ക്.
നമ്മൾ പിന്നെ ഇവിടെയായിട്ട് ഹാളിൽ ഒരു കളറിൻ്റെ കാര്യം പറയാൻ പറഞ്ഞത് ഫുൾ ഇവിടെ വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഒരു കളർ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കളറാണ്. ഈ കളറിന്റെ പേരറിയിട്ടില്ല, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാന്ന് പറയാം. പക്ഷെ ലൈറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് വേറെ ഷെയ്ഡ് ആവുന്നുണ്ട്, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. ആ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ ആദ്യം കാണുന്ന ലെഫ്റ്റ് സൈഡിൽ ഒരു ബെഡ്റൂം ഉണ്ട്. ബെഡ്റൂമിനകത്ത് നമ്മൾ 3 വാളിയുടെ വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് 4x2 ടൈല് കൊടുത്തിട്ടുണ്ട്. ഇത് പടിഞ്ഞാറൻകാട്ട് സെറ്റായിട്ട് വീശും, നല്ല രസമായിരിക്കും ഇവിടെ ഇല്ലേ, നല്ല ഭംഗിയുണ്ട്. ടൈലെല്ലാം ഒന്ന് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. സെയിം ഡോർ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, പക്ഷേ വെറൈറ്റി ഡിസൈൻ ആണ്. പിന്നെ അതുപോലെ നമ്മളിപ്പം പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ 3ാമത്തെ ബെഡ്റൂമിലോട്ടാണ്. അത് ഹാളിൽ വന്നിട്ടാണ് പോകുന്നത്. ഹാളിലെ വിശേഷങ്ങൾ നമുക്ക് പറയാം മേളത്തെ. ഇതിനകത്ത് നമ്മൾ 3 വാളിയുടെ ഒരു വിൻഡോയും 2 വാളിയുടെ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഇന്റർലോക്ക് ബ്രിക്കിലാണ് വീട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ഒരു കൂളിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ വീടിക്കകത്തും പറയാം നമ്മൾ എല്ലാ ബ്രിക്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇന്റർലോക്ക് മൺബ്രിക്കിനെ സമീപിച്ചാണ് വരുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കൂളിംഗ് ആണ്. നമ്മുടെ നല്ല തണുപ്പുണ്ട്. നമുക്ക് നേരെ ഹാളിലോട്ട് പോകാം. നമ്മൾ നേരെ മേളത്തെ ലിവിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് 14x14 താഴത്തെ ലിവിങ്ങിന്റെ സൈസ് എന്ന് പറയുന്നത് 20x14 വരുന്നത്. നമുക്ക് നേരെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 വാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്രഞ്ച് വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ നമ്മുടെ മേളത്തെ ലിവിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 4ാമത്തെ ബെഡ്റൂമിലോട്ടാണ് വരുന്നത്. അവിടെ പുറം കണ്ടു കഴിഞ്ഞാൽ പറയുമോ ഇതിനകത്ത് 4 ബെഡ്റൂം ഉണ്ട്, 6 സെന്റിനകത്ത് 4 ബെഡ്റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് ഇതിനകത്ത് ഇത്ര ഉണ്ടോ. പക്ഷെ കയറി കാണുമ്പോൾ ഒരു സ്വർഗം തന്നെയാണ്. ഇവിടെ നമ്മളൊരു 3 വാളിയുടെ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തും താഴത്തെ സെയിം ടൈല് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, ഗ്രേ കളറാണ്. പിന്നെ അതിനകത്ത് വാഷ് കൗണ്ടർ കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് സിറ്റ് ഔട്ടിലേക്കാണ് ചെല്ലുന്നത്. മേളത്തെ ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ നമ്മൾ 4x2 ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഇവിടെ അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റീലിൻ്റെ ഒരു കൈവരി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മനോഹരമായിട്ട് ഒരു ടെക്സ്റ്റർ വർക്കും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ യൂട്യൂബ് ഹോം സൊല്യൂഷൻസിലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഫോളോ ചെയ്യുക. ഇതിനേക്കാളും പുതുമയാർന്ന വീടിൻ്റെ വിശേഷങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തണ്ടേ, അത് നിങ്ങൾക്ക് കാണണ്ടേ, നമ്മുടെ കൂടെ കൂടിക്കോളൂ. ഒന്നും നഷ്ടം വരാനില്ല. ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ഇനിയും പുതുമയാർന്ന വീടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നവരെ ഓക്കെ ബൈ. ഉല്ലാസ് യൂട്ടക്കാൻഡ് പൊന്നൂസ്.